സമയം 2:25. ഇത് മൂന്നാർ ഗ്യാപ്പ് റോഡാണ്. ഞാൻ അബദ്ധത്തിൽ അതൊരു ട്രാവൽ ചെയ്ത് എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഞാൻ എറണാകുളം വരെ വന്നതായിരുന്നു. അവിടുന്ന് ഞാൻ പതുക്കെ മൂന്നാർ ഗ്യാപ്പ് റോഡിലേക്ക് ചുമ്മാ കോതമംഗലം വഴി വണ്ടി ഓടിച്ചു. പക്ഷെ ഞാൻ ഇന്ന് വന്നത് ബൈസൺ വാലി ടൗൺ വഴിയാണ് മൂന്നാറിലെത്തിയത്. ബൈസൺ വാലി ടൗൺ വഴി ഈ വഴിയാണ് ഞാൻ മൂന്നാറിലേക്ക് കയറിയത്. അവിടുന്ന് പതുക്കെ ഗ്യാപ്പ് റോഡ് ഇങ്ങനെ വണ്ടി ഓടിച്ചു തുടങ്ങി. ഇത് മൂന്നാർ ഗ്യാപ്പ് റോഡാണ്. അതിമനോഹരമായിട്ട് മഞ്ഞ് മൂടി കിടക്കുകയാണ് മൂന്നാറിലെ ഗ്യാപ്പ് റോഡ് മുഴുവൻ. മൺസൂൺ കൂടായതുകൊണ്ട് നല്ല രസമാണ്. മഞ്ഞൊക്കെ മൂടി അതിസുന്ദരിയായിട്ട് മൂന്നാറിലെ ക്ലൈമറ്റ് ഇതേ ഇങ്ങനെയാണ്. അപ്പം ഞാൻ ട്രാവൽ ചെയ്ത് വന്ന റോഡ് ബൈസൺ വാലി വഴിയായിരുന്നു. ബൈസൺ വാലി ഞാൻ അബദ്ധത്തിൽ അതൊരു ട്രാവൽ ചെയ്തതാണെങ്കിൽ പോലും നല്ല കുത്തിറക്കവും അതുപോലെ തന്നെ കുറേ വളവുകളൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം കുറേ പേടിച്ചു. പക്ഷേ നൈസായിരുന്നു റോഡ്. ഒറ്റയ്ക്കായിരുന്നു വണ്ടി ഓടിച്ച് വന്നതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ബൈക്കേഴ്സിന് പറ്റിയ റോഡാണ് ബൈസൺ വാലി. ബൈസൺ വാലി വഴി ഗ്യാപ്പ് റോഡിലെത്തി. അവിടുന്ന് തിരിച്ച് നമുക്ക് മൂന്നാറിലേക്ക് പോകാം. അങ്ങനെ വെയിലൊക്കെ അടിച്ച് തുടങ്ങി. ബട്ട് നൈസ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു തേയില ഫാക്ടറി കാണാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ അങ്ങോട്ടേക്കൊന്ന് വണ്ടി ഓടിച്ചു. തേയില ഫാക്ടറിയിലേക്ക് പോകുന്ന വഴി ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഇതുവഴി അതായത് ചെറിയ ചെറിയ വഴികളിലൂടെയൊക്കെ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളിലും ഭംഗിയാണ് മൂന്നാറിൻ്റെ പല ചെറിയ ചെറിയ പ്രദേശങ്ങളൊന്നും എനിക്ക് മനസ്സിലായി. നിങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. ഇനിയും വന്നിട്ടില്ലാത്തവരൊക്കെ പെട്ടെന്ന് വന്നോളിൻ. ഇതിലേക്ക് ഞാൻ എന്താ വണ്ടി നിർത്തി അതുപോലെ തന്നെ തിരിച്ചിറങ്ങി. ബിക്കോസ് 250 രൂപയാണ് ഇവിടെ അതിനകത്ത് കയറുന്നതിന്. പണ്ട് സ്കൂളിൽ നിന്ന് ടൂർ പോയപ്പം കയറിയിട്ടുള്ളതുകൊണ്ട് ഞാൻ കയറുന്നില്ല. ഈ ഫാക്ടറി കാണുന്നില്ല. കാരണം 250 രൂപ കൊടുത്ത് ഈ ഫാക്ടറി ഞാൻ പണ്ട് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇനി കാണുന്നില്ലെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ തിരിച്ച് വീണ്ടും ഗ്യാപ്പ് റോഡിലെത്തി. ഗ്യാപ്പ് റോഡ് വീണ്ടും മഞ്ഞാണെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ അങ്ങ് മഞ്ഞൊന്നും കണ്ടിട്ടില്ല. ഞാൻ പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തൊരു ചായയൊക്കെ കുടിച്ചു. പതിയെ വീണ്ടും വണ്ടിയെടുത്ത് നേരെ ഇനി അടുത്ത ഒരു ബസ്സിൽ കുറേ പിള്ളേർ കൂകി വിളിച്ചുകൊണ്ട് പോകുന്നു. ഗ്യാപ്പ് റോഡ് വരെ വന്ന സ്ഥിതിക്ക് ഇനി നമുക്ക് വട്ടവടയും കൂടെ പോയിട്ട് വരാം. വട്ടവട വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ്. ലെറ്റ്സ് ഗോ ടു വട്ടവട. ഇനി എപ്പോൾ അങ്ങ് വട്ടവട എത്തുമെന്ന് അറിയത്തില്ല. വട്ടവടയും തിരിച്ചു വരുമ്പോഴുള്ള മൂന്നാറിലെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.